ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പം എല്ലാവരും ഓൺലൈൻ ജോബ് അല്ലെങ്കിൽ ഓൺലൈൻ മണി മേക്കിംഗ് ഇതൊക്കെ അന്വേഷിക്കുന്നവരും സെർച്ച് ചെയ്യുന്നവരും എല്ലാമായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച്, ലാപ്ടോപ്പ് ഉപയോഗിച്ചോ സിസ്റ്റം ഉപയോഗിച്ചോ ചെയ്യാം. പക്ഷെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതിനെ പറ്റിയൊരു സിമ്പിൾ ആപ്ലിക്കേഷനെ കുറിച്ചുമാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ ഇമെയിൽ ഇതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ അറിയാവുന്നതായിരിക്കും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രജിസ്ട്രേഷനെ പറ്റി അധികം പറയുന്നില്ല. വൈസെൻസ് എന്നുള്ള ആപ്ലിക്കേഷനാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഇതിനെപ്പറ്റി. നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് വൈസെൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, വൈസെൻസ് എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈസെൻസിൻ്റെ കുറച്ച് സെർച്ചിങ് റിസൾട്ട് ഇവിടെ കിട്ടും. അതിൽ wysens.com എന്നുള്ള റിസൾട്ട് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ വൈസെൻസ് എന്ന് കാണുന്നിടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സൈറ്റിലോട്ട്, ഇപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ സൈറ്റിലോട്ട് ഡയറക്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് അതിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ സാധാരണ ഫേസ്ബുക്കും ഇമെയിൽ ഐ ഡിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ്, കഴിവതും ജെന്യുവനായിട്ടുള്ള ആൻസർ നമ്മൾ കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ $1 കിടപ്പുണ്ട്. ഇതിൽ ഡോളറിലാണ് ക്യാഷ് വന്ന് കിടക്കുന്നത്. അതിന് മുമ്പ് ഞാൻ വിഡ്രോ ചെയ്ത എമൗണ്ട് ഒരു $16 ഉണ്ട്. ഞാൻ ഈ വൈസെൻസിൽ ആക്റ്റീവായിട്ട് ഈ ഒരു ലാസ്റ്റ് 1 month ആയിട്ടേ ഉള്ളൂ. അക്കൗണ്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഞാൻ ലാസ്റ്റ് 1 month കൊണ്ട് ഇതിൽ ആക്റ്റീവ് ആകുന്നത്. അതും ഫുൾ ടൈം അങ്ങനെ ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെ വരുമ്പോൾ സർവേ കാണാറുണ്ട്, ചെയ്യാറുണ്ട്, ഏൺ ചെയ്യാറുണ്ട്. ഒത്തിരി എമൗണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് എങ്ങനെ പോയാലും മന്ത്ലി ഒരു $50 തൊട്ട് $100 വരെ ഒന്ന് ശ്രമിച്ചാൽ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇവരുടെ പോളിസി, ഇവരുടെ കണ്ടൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. കഴിവതും ഇതിൽ ജെനുവിൻ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് പറയുന്നത്. ഇതിൽ പ്രോഡക്റ്റ് സർവേയാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ എൻട്രി ചെയ്ത ഡീറ്റെയിൽസുമായിട്ട് അവരത് ഒത്തുനോക്കും. അപ്പോൾ ജെനുവിൻ അല്ലെന്ന് തോന്നുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നമുക്ക് ആ സർവേ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് ഒരു സിസ്റ്റത്തിൽ, ഒരു ലാപ്ടോപ്പിൽ കാണുന്നത് പോലെ ആക്കണമെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ, ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. ആ കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടോ, ഡെസ്ക്ടോപ്പ് സൈറ്റിൽ കിട്ടും. ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെ കാണുന്നു അതുപോലെ കിട്ടും. പക്ഷേ ഞാനിത് നോർമൽ ഒരു മൊബൈൽ ഫോണിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആ 3 ഡോട്ടിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് അൺടിക്ക് ചെയ്യുക. ടിക്ക് മാറ്റി കൊടുത്താൽ നമുക്ക് നോർമൽ ഫോണിൽ കാണുന്ന രീതിയിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് സർവേ വന്ന് കിടക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അതൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പം അതിനനുസരിച്ച് അവർ തരുന്ന സർവേ ആണ്. ചിലപ്പോൾ നമുക്ക് ഒരു സമയത്ത് 15 തൊട്ട് 20 വരെ സർവേസൊക്കെ വന്ന് കിടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം അതിലെല്ലാം ക്ലിക്ക് ചെയ്താലും നമുക്ക് സർവീസ് കിട്ടും. ഈ സമയത്ത് ഞാൻ ഉണ്ടോയെന്നറിയില്ല. ഇപ്പോൾ നമ്മൾ സർവേസ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോഴത്തെ ഇവിടെ പീനട്ട് ലാബ്സ് എന്ന് പറഞ്ഞ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അതിലും ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സർവീസിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സർവീസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും.
അപ്പോൾ സർവീസ് അതിൽ ഇല്ല. അപ്പം നമുക്ക് അതിൻ്റെ ക്യാഷ് ഓഫർ എന്ന് പറയുന്നതിന് തൊട്ട് താഴത്തെ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇതിൽ ഓരോ ടാസ്ക്, ഇതിലൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഡോളർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് പറ്റാത്ത ടാസ്ക് ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൽ ഒരുപാട് പ്രൊസീജിയർ വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഓരോ ടാസ്ക് ഉണ്ട്. ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കാം. ഈ ടാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരോരോ ടാസ്ക് തരും. ഇതിൽ ടാസ്ക് വന്നു കിടക്കും. അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ടാസ്കിലൊക്കെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ സർവീസ് അങ്ങനെയുള്ളതൊക്കെ കിട്ടും. പിന്നെ ഞാനിതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പോകാത്തത്, ഇന്ന് എല്ലാവരും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും എല്ലാം ഉപയോഗിക്കുന്നത്. ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സോ അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും പറഞ്ഞു തരേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്ന് സ്പീഡിൽ പോകുന്നത്. അതുപോലെ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് റെഫറൽസ് ഉണ്ട്. ഇപ്പോൾ റെഫറൽസിലും നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കോപ്പി എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. ആ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ആ ലിങ്ക് ഓപ്പൺ ആവും. അത് നമുക്ക് വാട്സപ്പ് വഴിയോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുവഴി ചെറിയൊരു എമൗണ്ട് കമ്മീഷൻ അല്ലെങ്കിൽ ബോണസ് പോലെ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കയറും. ഇതിൻ്റെ വിഡ്രോവൽ ഓപ്ഷൻസും വളരെ എളുപ്പമാണ്. ഇപ്പോൾ പേപ്പാൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. പേപ്പാൽ അക്കൗണ്ട് വഴിയുള്ള വിഡ്രോവൽ ഉണ്ട്. പിന്നെ ഞാനിവിടെ സർവീസ് ഉണ്ട്, ഒന്നൊന്ന് കാണിച്ചു തരാം. ഈ പീനട്ട് ലാബ്സിൻ്റെ തന്നെ സർവീസിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. ലോഡ് ആവുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു സർവേ ആണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 32 സെൻറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരുപാട് സർവേസ് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം $1 സർവേ തന്നെ ചെയ്തു പോയാൽ മന്ത്ലി നമുക്ക് മിനിമം ഒരു $30 ലൈസൻസിൻ്റെ അക്കൗണ്ടിൽ കയറും. അതിനുശേഷം നമുക്കത് വിഡ്രോവൽ ഓപ്ഷൻസ്, പേനീർ, പേപ്പാൽ അങ്ങനെ ഒരുപാട് മെത്തേഡ് വഴി ഇതിൽ വിഡ്രോവൽ നടക്കും. ഇത് കണ്ടിട്ട് ജെനുവിൻ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവർ തരുന്ന സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അതിനുള്ള പ്രോപ്പർ ആൻസർ കൊടുക്കുക, അല്ലാത്തത് സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ എനിക്ക് $1 കിടക്കുള്ളൂ. $1 വരുമ്പോൾ നമുക്കത് വിഡ്രോയിങ് പറ്റത്തില്ല. മിനിമം $5 വരുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പേപ്പാൽ വഴിയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ക്യാഷ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 4 ഓപ്ഷന് നമുക്ക് ക്യാഷ് വിഡ്രോവലിനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പേപ്പാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പേപ്പാലിൽ മിനിമം $10 ഉണ്ടെങ്കിലേ നമുക്ക് വിഡ്രോവൽ നടക്കത്തുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തത് സ്ക്രില്ലായിരുന്നു. പക്ഷെ സ്ക്രില്ല് വഴി ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. സ്ക്രില്ലിൻ്റെ അക്കൗണ്ടുകാർ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവരെ ഡിഡക്റ്റ് ചെയ്തിട്ടേ നമുക്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും സ്ക്രില്ല് നല്ല ഓപ്ഷനാണ്, എളുപ്പമാണ്. സ്ക്രില്ലിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഗെറ്റ് റിവാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പേപ്പാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ്, എങ്ങനെയാണ് വിഡ്രോവൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായമെല്ലാം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പം ഓൺലൈൻ വഴി വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെ ക്യാഷ് ചെറിയ രീതിയിൽ റെഡിയാക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അഭിപ്രായം പറയും. താങ്ക് യു.